ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധിയുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെ ഞാൻ ക്ഷേത്രത്തിന്റെ 82 ഡിസംബർ 13 ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തെ. നമസ്കാരം, സുജി കുഴുമ്പിലാണ്. ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവരുടെ ചിഹ്നമായ കൈപ്പത്തി നൽകിയ ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നഗരത്തിനടുത്താണ്. പാലക്കാട് നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ മാറി ആണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കൈപ്പത്തി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി ഈ ക്ഷേത്രത്തിൽ എങ്ങനെ എത്തിച്ചേരാം എന്ന് ആദ്യം പരിശോധിക്കാം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം 2 കിലോമീറ്ററോളമാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ദൂരം. ഇതാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗം. അവിടെ നിന്ന് അല്പം നടന്നാൽ ബസ് കിട്ടുന്ന കവലയുടെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് ബസ് ലഭിക്കുന്ന കവലയുടെ ഭാഗം, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സ്ഥലം. ഇവിടെ നിന്നും റെയിൽവേ കോളനി എന്ന് ബോർഡുള്ള ബസ്സിൽ കയറി 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ കല്ലേക്കുളങ്ങര എന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങും. ഇതാണ് കല്ലേക്കുളങ്ങര. വലിയൊരു സ്കൂളൊക്കെ അവിടെ കാണാം. ഈ കല്ലേക്കുളങ്ങരയിൽ നിന്നും ഒരു ഓട്ടോറിക്ഷ കൂട്ടി 40 രൂപ കൊടുത്ത് ഒരു ഓട്ടോറിക്ഷ കൂട്ടി ഈ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കൈപ്പത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാകും. അപ്പോൾ 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ നമ്മളെ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കും. നടക്കുവാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ അറിയില്ലാത്തവർക്ക് ഓട്ടോറിക്ഷ കൂട്ടുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മൾ ഇതാ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം നൽകിയ ക്ഷേത്രത്തിന്റെ ഉൾവശത്തേക്ക് നമ്മൾ പോവുകയാണ്. ഈ ക്ഷേത്രത്തിന്റെ പേര് യമൂർ ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്ലേക്കുളങ്ങര എന്ന സ്ഥലത്താണ്. ബോർഡ് നമുക്കിവിടെ കാണാം. ഭാരതത്തിന്റെ ഉരുക്കുവനിതയായ ഇന്ദിരാഗാന്ധിയുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെ ഞാൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കാഴ്ചകൾ തേടി നടക്കുകയാണ്. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെയാണ് കാഴ്ച. ഇതൊരു വലിയ ക്ഷേത്രമൊന്നുമല്ല. ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിന് ചിഹ്നം ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പുറകെ പരിശോധിക്കാം. ആദ്യം ഈ ക്ഷേത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. പരശുരാമൻ നിർമ്മിച്ച 4 അംബികാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കല്ലേക്കുളങ്ങര യമൂർ ഭഗവതി ക്ഷേത്രം. ജലത്തിൽ പ്രത്യക്ഷപ്പെട്ട അംബികയായതിനാൽ ഹേമാംബിക എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പാലക്കാട് നിന്നും 2 കിലോമീറ്റർ മാറി അകത്തേത്തറ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇതൊക്കെയാണ് ക്ഷേത്രത്തിലെ ആദ്യം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. കുറച്ച് ഭക്തരൊക്കെ ക്ഷേത്രത്തിന്റെ സമീപത്തുണ്ട്. അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള 2 കൈപ്പത്തികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തെ അനുഗ്രഹിക്കുന്നതും. കൈപ്പത്തി ക്ഷേത്രത്തിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. ഇവിടെ ക്യാമറ ഉപയോഗിക്കുന്നതിന് അത്ര
പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ആരും ഒന്നും പറഞ്ഞ് കണ്ടില്ല. അങ്ങനെ ക്ഷേത്രത്തിന്റെ 4 കെട്ടിന് അകത്തേക്ക് ഞാൻ പതുക്കെ കടക്കുകയാണ്. അധികം ഭക്തരൊന്നും ഇല്ല. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള 2 കൈപ്പത്തികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെയൊരു പ്രതിഷ്ഠ ഇല്ല എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ ഈ കൈപ്പത്തി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ സമീപത്തുള്ള കുളത്തിലാണ് ദേവിയുടെ ഈ കൈകൾ ഉയർന്നു വന്നതെന്നും നമ്പൂരി കണ്ടപാടെ ആ കൈകൾ കരിങ്കല്ലായി തീർന്നു എന്നുമാണ് ഒരു ഐതിഹ്യ കഥ. അതുപോലെ നിരവധി ഐതിഹ്യ കഥകൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുണ്ട്. പരശുരാമന്റെ കാലത്ത് പരശുരാമൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് പറയപ്പെടുന്നത്. 4 അംബികാ ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ഈ കല്ലേക്കുളങ്ങര എമൂർ ഭഗവതി ക്ഷേത്രം. നിരവധി സന്ദർശകരാണ് ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനം കൊണ്ടുതന്നെ ഈ ക്ഷേത്രം അന്നുതൊട്ട് പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്നു. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ദേവിയുടെ 2 കൈകളാണ് പൂജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ ദേവിയുടെയോ ദേവന്റെയോ ഒക്കെ വിഗ്രഹങ്ങൾ ആണ് പൂജിക്കുന്നതെങ്കിൽ ഈ കല്ലേക്കുളങ്ങര ക്ഷേത്രത്തിൽ ദേവിയുടെ 2 കൈകളാണ് പ്രതിഷ്ഠയായിട്ടുള്ളത്. ആ കൈകൾ തന്നെയാണ് പിന്നീട് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നമായി മാറുന്നതിന് ഹേതുവായത് എന്നും കൂടി ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയായി കാണാം. ഈ എമൂർ ഭഗവതി ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൈപ്പത്തി ചിഹ്നമായി തെരഞ്ഞെടുക്കാൻ പ്രചോദനമായതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിലെ കല്ലേക്കുളങ്ങര ക്ഷേത്രത്തിലെ വലിയ കുളമാണ്. ഈ കുളത്തിന്റെ നടുവിലാണ് ദേവിയുടെ കൈകൾ പ്രത്യക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവിയുടെ കൈകൾ കുളത്തിൽ പ്രത്യക്ഷപ്പെട്ട് അത് കരിങ്കല്ലായി തീർന്നതുകൊണ്ടാണ് കല്ലേക്കുളങ്ങര എന്ന പേര് ഈ ദേശത്തിന് വന്നതെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. കല്ലേക്കുളങ്ങര ക്ഷേത്രം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തോടെയാണ്. അടിയന്തരാവസ്ഥയ്ക്കും ജനതാ സർക്കാരുമൊക്കെ ശേഷമായിരുന്നു അത്. ഇവിടെ നിന്ന് കിട്ടിയ കൈപ്പത്തി പിന്നീട് ശ്രീകോവിലിലേക്ക് മാറ്റുകയും അവിടെ പൂജിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ ഉരുക്കു വനിതയായ ശ്രീമതി ഇന്ദിരാഗാന്ധി സന്ദർശിച്ച ക്ഷേത്രം കൂടിയാണ് ഈ കല്ലേക്കുളങ്ങര ക്ഷേത്രം. 1982 ഡിസംബർ 13 ഇന്ദിരാഗാന്ധി ഈ ക്ഷേത്രം സന്ദർശിച്ചത്. സന്ദർശിച്ച സമയത്തെ ഫോട്ടോഗ്രാഫുകളും മറ്റുമൊക്കെ ഇവിടുത്തെ ഓഫീസിൽ ഇപ്പോഴും നമുക്ക് കാണാം. ഇവിടുത്തെ രജിസ്റ്ററിൽ ഇന്ദിരാഗാന്ധി ഒപ്പിട്ടതും ഇവിടെ വന്നാൽ കാണാവുന്നതാണ്. ക്ഷേത്രത്തിൽ വളരെ നേരം ചിലവഴിച്ച പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി ഒരു വെങ്കലമണി ഈ ക്ഷേത്രത്തിന് സന്ദർശന സമ്മാനമായി കൊടുക്കുകയും ഉണ്ടായി. പിന്നീട് നിരവധി ദേശീയ നേതാക്കൾ ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന് ശേഷം ഈ കല്ലേക്കുളങ്ങര ക്ഷേത്രം സന്ദർശിക്കുകയുണ്ടായി. ഇന്നും നിരവധി രാഷ്ട്രീയ ദേശീയ നേതാക്കൾ
കക്ഷിഭേദമന്യേ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇനി പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1980കളിൽ പിളർപ്പ് നേരിട്ട സമയത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ പശുവും കിടാവും അവർക്ക് നഷ്ടപ്പെടുന്നു. പുതിയൊരു ചിഹ്നത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ പാലക്കാട്ടുള്ള ഈ എമൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെക്കുറിച്ച് അറിയുന്നത്. ആ ചിഹ്നത്തിന് പ്രചോദനമായത് ഈ ക്ഷേത്രത്തിലെ കൈപ്പത്തി പ്രതിഷ്ഠയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപ്പത്തി എന്ന ചിഹ്നത്തിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന PS കൈലാസത്തിന്റെ ഭാര്യ സൗന്ദര്യയാണ് ഈ കൈപ്പത്തി ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ കൈപ്പത്തി പ്രതിഷ്ഠയെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കെ കരുണാകരന്റെ ആശീർവാദത്തോടുകൂടി കൈപ്പത്തി ചിഹ്നം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നു. കല്ലേക്കുളങ്ങര ക്ഷേത്രം പിന്നീട് ദേശീയ ശ്രദ്ധയാകർഷിച്ചത് ഈ കൈപ്പത്തി പ്രതിഷ്ഠയുടെയും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തിന്റെയും പേരിലാണ്. ജനതാ സർക്കാരൊക്കെ വീണതിന് ശേഷമാണ് വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരികയും പിന്നീട് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എമൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഓരോ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തണം.